പോണപ്പോഴുള്ളത് Volkswagen Tiguan GT 1.5 TSI with the DSG transmission. So today we will be driving the nuts out of it. ഇന്ന് ഞാൻ വളരെ ഹാപ്പിയാണ്, കാരണം 1.5 TSI കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് ആണ്. കാരണം ഇറ്റ്സ് വെരി ഫാസ്റ്റ്, കാരണം 150 ഹോഴ്സ് പവർ ആൻഡ് 250 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക്. നമുക്കിവിടെ GT എന്നുള്ള ബാഡ്ജും കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ മൊത്തത്തിൽ നോക്കുമ്പോൾ Tiguan ലുക്സ് റിയലി ഗുഡ്. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 188 mm ആണ്. അതുകൊണ്ട് തന്നെ വണ്ടി അടി തട്ടുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ അത്യാവശ്യം മോശം റോഡിൽ കൂടെയൊക്കെ വന്നത്, ആൻഡ് ഇറ്റ് റിയലി ഹാൻഡിൽ വെൽ. അതുപോലെ തന്നെ സസ്പെൻഷൻ ഇസ് ട്യൂൺ വെരി വെൽ. നമുക്ക് സസ്പെൻഷനും ഫ്യൂൽ എഫിഷ്യൻസിനും പെർഫോമൻസിൻ്റെയും കാര്യം വണ്ടി ഓടിക്കാൻ പറയാം. ഇതിൻ്റെ ഡിസൈൻ്റെ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഹെഡ്ലൈറ്റിൽ നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, LED DRLs വരുന്നുണ്ട്, ഇവിടെ GT എന്നുള്ള ബാഡ്ജിങ് വരുന്നുണ്ട്. GT എന്ന് കാണാനായിട്ട് 1.5, GT എന്ന് കണ്ടിട്ടില്ലെങ്കിൽ അത് 1 ലിറ്റർ TSI ആണ്. പിന്നെ ഇതിൻ്റെ ഫോഗ് ലാമ്പ് ഹാലജനാണ്. ഇതിൻ്റെ 17 ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 5 സ്റ്റാർ സേഫ്റ്റി എന്നൊക്കെ ഇവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. കാരണം അത് Volkswagen ആയതുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുമല്ലോ. ഇതിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് നോക്കാം. ബൂട്ട് സ്പേസ് അത്യാവശ്യം വലുതാണ്, നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ്സ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. സീറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ആയിട്ടുള്ള സബ്സ്റ്റൻസസും കാര്യങ്ങളെല്ലാം വയ്ക്കാം. പിന്നെ ഇതിൻ്റെ ഈ ടൈൽ ലാമ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു ലൈൻ ഇവിടെ വരുന്നത് ശരിക്കും പറഞ്ഞൊരു അട്രാക്ഷനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ Tiguan GT ലുക്സ് വെരി ഗുഡ്. ഞാനിതിൻ്റെ ഡിസൈനും സ്പേസും കാര്യങ്ങളൊന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ പെർഫോമൻസിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കളർ സ്കീം പറയാതെ പറ്റില്ല, കാരണം ഇതൊരു ഡുവൽ ടോൺ ആണ്. ബാക്കിൽ ബ്ലാക്ക് വിത്ത് ദി ബ്ലൂ കോമ്പിനേഷനാണ്. സൺറൂഫും കാര്യങ്ങളും വരുന്നുണ്ട്. ഈ റൂഫ് റെയിലിൻ്റെ ഈ ഒരു മെറ്റാലിക് കളർ നല്ലൊരു രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലും GTയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. ഇവിടെ ഒരു ക്രോം ലൈന് വരുന്നുണ്ട്, ഇവിടെ ഒരു ക്രോം ലൈന് വരുന്നുണ്ട്. മൊത്തത്തിൽ Volkswagen ഹാസ് മേഡ് ഇറ്റ് ഒരു മിനിമൽ ഡിസൈനാണ്, പക്ഷേ ഇറ്റ് ലുക്സ് വെരി അട്രാക്റ്റീവ് ആൻഡ് ഹാൻസം. സോ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിലേക്ക് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഈ ഫ്രണ്ട് സീറ്റ് എനിക്ക് ഇരിക്കത്തക്ക രീതിയിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ ഹൈറ്റ് 6 feet ആണ്. എൻ്റെ ഒരു സ്പേസ് നമുക്ക് കാണാം, ഇത്ര അധികം സ്പേസും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ റിയറിൽ AC വെൻ്റ് വരുന്നുണ്ട്, നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്, സൺറൂഫ് മാനുവലി ഓപ്പൺ ചെയ്യാം, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നല്ല രീതിയിലുള്ളൊരു ബാക്ക് സ്പേസ് എക്സ്പീരിയൻസും ബാക്ക് സീറ്റ് എക്സ്പീരിയൻസും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് ഡ്രൈവർ സീറ്റ് പോയിട്ട് അവിടുത്തെ ഒരു ലുക്കും കാര്യങ്ങളും. ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നത് വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഫീലാണ്. ഈ സൺറൂഫും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു എയറി ഫീൽ നമുക്ക് ഈ ഒരു ഇൻറ്റീരിയേഴ്സിൽ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്കിവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെയാണ് വരുന്നത്. പ്രൊസീജ് അതിന് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ കാണാം, ഈ റെഡ് ഇൻസേർട്ട്സും കാര്യങ്ങളെല്ലാം കാണാം. പിന്നെ ഇതിൻ്റെ വ്യൂ നമുക്കിവിടെ ചേഞ്ച് ചെയ്യാം. വ്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മീറ്ററായിട്ട് കിട്ടും, ടാക്കോമീറ്ററായിട്ട് കിട്ടും. അതുപോലെ തന്നെ സ്പീഡോ മാത്രം മതിയെങ്കിൽ അത് കിട്ടും. നമുക്ക് ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ PRND എല്ലാം ഇവിടെ നമുക്ക് കറക്റ്റ് കാണാവുന്നതാണ്. സോ മൊത്തത്തിൽ ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഈസി ടു റീഡാണ്, കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഫ്യൂവലിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, എഞ്ചിൻ ടെമ്പറേച്ചർ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഈ ഒരു സിസ്റ്റം നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള സിസ്റ്റമാണ്. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ആപ്പായിട്ടുള്ള കണക്ഷൻസും കാര്യങ്ങളും ഈ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ മൊത്തത്തിൽ ഇവിടെ വെന്റിലേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടികൾക്കും വെന്റിലേറ്റഡ് സീറ്റ് വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ വെന്റിലേറ്റഡ് സീറ്റ് ഉള്ള ഒരു വണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് എപ്പോഴും വേണ്ടി വരും. പിന്നെ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും ഇവിടെയാണ് വരുന്നത്, ടിപ്പിക്കൽ ജർമ്മൻ കാസിൻ്റെ പോലെ. നമ്മളിരിക്കുമ്പോൾ ഇതിൻ്റെ ബോണറ്റ് നല്ല രീതിയിൽ വിസിബിളാണ്, നല്ല രസം ഇരിക്കാനില്ല. പിന്നെ ഇതിൻ്റെ സ്പീക്കേഴ്സൊക്കെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കി നമുക്ക് ഇതിൻ്റെ GT ആയതുകൊണ്ട് തന്നെ വിൽ ബി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ഡ്രൈവ് ഫീൽ. സോ നമുക്ക് ബാക്കി വണ്ടി ഓടിച്ചുകൊണ്ട് പറയാം. സോ നമ്മളിപ്പോൾ ഓടിക്കുന്നത് Tiguan GT 1.5 TSI paired with a 7-speed DSG gearbox ആണ്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ലെറ്റ്സ് സീ ഹൗ ഇറ്റ് പെർഫോംസ്. നമ്മുടെ 1 ലിറ്റർ വെച്ച് നോക്കുമ്പോൾ ദിസ് ഫീൽസ് ഇൻ അനദർ ലീഗ്. പെർഫോമൻസ് എന്ന് പറയുന്നത് ഇതാണ് പെർഫോമൻസ്. 150 ഹോഴ്സ് പവർ ആൻഡ് 250 ന്യൂട്ടൺ മീറ്റേഴ്സ് ഓഫ് ടോർക്കാണ്. ഈ വണ്ടി മെല്ലെ പോകാൻ ബുദ്ധിമുട്ടാണ്, കാരണം നല്ല പവറാണ്. നമ്മൾ കാല് കൊടുത്തതിന് വണ്ടി കയറാണ്. 110 എന്ന് അറിയുന്നില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ ആയിട്ട് തോന്നുന്നത് എനിക്ക് ഇതിൻ്റെ ഹാൻഡ്ലിംഗ് ആണ്. കാരണം ഇത് 188 mm ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിട്ട് പോലും ദിസ് ഫീൽസ് വെരി സ്റ്റേബിൾ. നമുക്ക് ഒരു കാരണവശാലും ഒരു വാലോയിനെസ് വോളിയമോളോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ കാല് കൊടുക്കണമെന്നുണ്ട്. പിന്നെ അധികം സ്പീഡിൽ പോയിട്ട് MVD നമ്മൾ വീഡിയോയിൽ പിടിക്കുന്നല്ലോ, അതുകൊണ്ടാണ് ഒന്നൊരു ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി ഹൈവേസിൽ പ്രോപ്പർ ഫണ്ണായിരിക്കും. 120 140 എത്തുന്ന അറിയുന്നില്ല. അതുപോലെ തന്നെ ഒരു പാഡൽ ഷിഫ്റ്റ് അവൈലബിൾ ആണ്, സ്പോർട്ട് മോഡ് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഓടിച്ചത് ഡീലായിരുന്നു, ഇപ്പോൾ സ്പോർട്ട് മോഡ് ആക്കിയിട്ടുണ്ട്. സ്പോർട്ട് മോഡിലാകുമ്പോൾ ഗിയർ ഷിഫ്റ്റ്സ് മോർ അഗ്രസീവ് ഉണ്ടോ. നമുക്ക് ആ ഒരു സൗണ്ട് എത്രമാത്രം നമുക്ക് വീഡിയോയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഓവറോൾ ദി ഡ്രൈവിംഗ് എക്സ്പീരിയൻസസ് ടോപ്പ് നോച്ച്. നമുക്ക് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും കുറ്റമൊന്നും പറയാനില്ല. പിന്നെ പാഡൽസ് യൂസ് ചെയ്യുമ്പോൾ M2, പിന്നെ ആ ഒരു 1.5 TSIയുടെ ആ ഒരു മോണിച്ച് നമുക്ക് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് കൊടുത്തു കഴിഞ്ഞാൽ റെസ്പോൺസസ് വെരി ഗുഡ്.
ബ്രേക്കിംഗ് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് ആണ്. പിന്നെ ഈ ഒരു റെസ്പോൺസീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് അത്യാവശ്യമാണല്ലോ. ഇപ്പോൾ നമ്മൾ ഫുൾ ത്രോട്ടിൻ്റെ പാഡൽസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടാണ് ഗിയർ ഷിഫ്റ്റ് നടക്കുന്നത്. പിന്നെ ഈ ഒരു എഞ്ചിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഫുൾ എപ്പോഴും റബ് ചെയ്യണമെന്നില്ല. മിഡ് റേഞ്ചിൽ തന്നെ ഇതിൻ്റെ പെർഫോമൻസ് നല്ല രീതിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ M4-ലാണ് ഞാനുള്ളത്. ജസ്റ്റ് കാല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ആ ഒരു പുഷ് ബാക്ക് ചെയ്തിട്ടുള്ള ഒരു ഫീൽ നമുക്ക് വരുന്നുണ്ട്. ഇപ്പോൾ യൂട്ടേൺ എടുത്ത് നോക്കാം. ഇതിന് ടേൺ റേഡിയസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, തിരിക്കാനൊക്കെ എളുപ്പമാണ്, കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്ത് നോക്കാം വണ്ടി. ഇപ്പോൾ M1-ആണ്. ഫുട്ട് ഓൺ ദ ബ്രേക്ക്, റൈറ്റ് ഫുട്ട് ഓൺ ദി ആക്സിലേറ്റർ. വലിയ DSG ആയതുകൊണ്ട് തന്നെ അത്ര റെബിൽ പോയിട്ട് ലോഞ്ച് ആവുന്നില്ല. ഞാൻ കറക്റ്റ് ടൈമിങ് അതിലിട്ട് തരാം, ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം, സോ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മൊത്തത്തിൽ 1 ലിറ്റർ TSI-ന്ന് ഒരു 1.5 നോക്കണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇഫ് യു നോട്ട് എന്തൂസിയാസ്റ്റ്, വലിയൊരു ഡ്രൈവിംഗ് എന്തൂസിയാസ്റ്റ് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ 1 ലിറ്റർ TSI is more than enough. നല്ല രീതിയിൽ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ ഒരു 6 സ്പീഡ് ഓപ്പൺ വേർഡ് ഗിയർ ബോക്സ് ഇസ് വെരി സ്മൂത്ത് ആൻഡ് റിഫൈൻഡ്. പക്ഷേ ആ ഒരു എക്സ്ട്രാ ഡോസ് ഓഫ് പവർ, who don't need more power, ആ എക്സ്ട്രാ ഡോസ് ഓഫ് പവർ വേണമെങ്കിൽ this 1.5 TSI is perfect. Just get on the gas and this one just flies. നമുക്ക് ഒരു രീതിയിലുള്ള ആ ഒരു ലാഗ് ഇല്ല, കാര്യങ്ങളില്ല, ഗിയർ ഷിഫ്റ്റ്സ് അറിയുന്നില്ല. ഇറ്റ്സ് സോ സ്മൂത്ത്, റിഫൈൻഡ്. ഒരു രീതിയിലുള്ള ഒരു എന്താ പറയുക, നമുക്ക് വണ്ടി വലിക്കണം എന്നുള്ള രീതിയിൽ വണ്ടി കയറുന്നുണ്ട്. We are already crossed 100. This thing is really fast. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതേ റോഡിൽ 1 ലിറ്റർ TSI ഉള്ള വേർച്ചസ് ഓടിച്ചപ്പോൾ ഇത്ര എക്സൈറ്റഡ് ആയിരുന്നില്ല ഞാൻ. ബട്ട് ദിസ് ഇസ് റിയലി ഗുഡ്. പിന്നെ ഇതിൻ്റെ ഹാൻഡ്ലിങ് നിങ്ങൾക്ക് കാണാം. ഒരു 100-ലെല്ലാം കോർണർ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. And I personally feel this is one of the best cars you can buy for around 20 lakh rupees. പിന്നെ ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യം പറയണല്ലോ. ഇതിന് 2 സിലിണ്ടർ മോഡ് ഉണ്ട്. നമ്മൾ നല്ല രീതിയിൽ ഒരു 80-90 ക്രൂയിസ് ചെയ്ത് പോകുകയാണെങ്കിൽ ഈ ഒരു 2 സിലിണ്ടർ മോഡ് ആക്ടിവേറ്റ് ആവും. അതുകൊണ്ട് തന്നെ ഫ്യൂൽ എഫിഷ്യൻസി സത്യം പറഞ്ഞാൽ 1 ലിറ്റർ TSI-നേക്കാൾ കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ് ഈ 1.5 TSI. നിങ്ങൾക്കൊരു പ്രോപ്പർ ഹൈവേ ക്രൂയിസിങ്ങിലെല്ലാം ഒരു 15 to 16 എങ്ങനെ പോയാലും കിട്ടും. സോ ഓവറോൾ ദിസ് ഇസ് മൈ റിവ്യൂ അബൌട്ട് ടൈഗൺ GT TSI. ഞാൻ വേർട്ടസ് GTയുടെ വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതായിരിക്കും. അപ്പോൾ വേർട്ടസ് 1 ലിറ്റർ TSI-ൻ്റെ 6 സ്പീഡ് ടോപ്പ് കൺവേർട്ടർ ഇക്കിപ്പായി വെയിറ്റ് ചെയ്ത വീഡിയോ ചാനൽ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ വേർട്ടസിൻ്റെ GT കൂടെ വീഡിയോ ചെയ്യാനുണ്ട്. സോ അതിൻ്റെ വീഡിയോ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. സ്റ്റേ ട്യൂൺ. അടുത്ത വീഡിയോസായി വീണ്ടും കാണാം. താങ്ക് യു.